ഗൈസ് നമ്മളെങ്ങനെ പോണേ? യെസ്, അപ്പൊ എസ്റ്റോണിയയിലെ അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. സമ്മറിലെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ വ്ളോഗ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് പാർണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ് എസ്റ്റോണിയയിലുള്ളത്. പാർണു റിസോർട്ട് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് വെസ്റ്റേൺ എസ്റ്റോണിയൻ സൈഡിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അൽപാക്ക ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് ഓൺ ദ വേ. ഈ അൽപാക്കാസ് കൂടുതൽ കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കൻ സൈഡിലാണ്. കാരണം ഇവർ ജീവിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിലാണ് ഈ അൽപാക്ക ഫാമിലീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവരുടെ ക്ലോത്ത്, അതായത് അവരുടെ സ്കിൻ, അതൊക്കെ ക്ലോത്ത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11-11:30 സമയത്താണ് ഈ അൽപാക്ക ഫാമിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അകത്ത് ചെന്നപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അതായത് ഈ അൽപാക്കാസിൻ്റെ കോളറിലും ബാക്ക് സൈഡിലും മാത്രമാണ് നമുക്ക് ടച്ച് ചെയ്യാനായിട്ടുള്ള പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി പോകും. പിന്നെ അവർ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ്സിൽ, ചെറിയൊരു ബോക്സിൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് തരുന്നുണ്ട് അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുള്ളത്. ലോകത്തിലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വൂളുകളിൽ ഒന്നാണ് അൽപ്പാക്കയുടെ വൂള്. പിന്നെ അത് മാത്രമല്ല, ഈ വൂളിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, അത് ക്ലോത്തിങ്ങിലേക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിന് 1 കിലോയ്ക്ക് 180 to 200 ആണ് യൂറോസ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു വൂൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകൾ കാണാൻ കഴിയില്ല നമുക്ക് ഇവിടെ. കാണാൻ വന്നൊരു പ്രത്യേകതരം ഈ ഫാമിൻ്റെ ഉള്ളിലുള്ള ഒരു ഷീപ്പാണ്. അപ്പോൾ ആ ഷീപ്പിൽ പറയുന്നത് ആർലെസ് മെറീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഷീപ്പാണ്. ഓക്കെ, സോ ഇറ്റ്സ് കട്ട് ഓഫ്, റൈറ്റ്? Yes. So what will you do with that cut off? You just throw it away, or maybe someone wants it for a gift. ഓക്കെ. അവൻ്റെ ഉള്ളിലിരിക്കണതിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയണത്. അതിൻ്റെ കൊമ്പ് ഓൾറെഡി പോയിട്ടിരിക്കുകയാണ്. അത് ഒരു വളർന്നിട്ട് ഈ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ആകുമ്പോഴേ ഒരു പ്രശ്നമുള്ള കാരണം അതിൻ്റെ ചെറുതുകളെയാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടത്. ഈ ചെറുതുകളുണ്ട്, അതിൻ്റെ വലുതാണ്. അപ്പോൾ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുമ്മയ്ക്കൊക്കെ വരുമ്പോഴാണ് ഇവരത് ഫാമുകാർ അത് കട്ട് ചെയ്ത് കളയും. ഞങ്ങളിപ്പോൾ 5 കൊല്ലമായിട്ട് നമ്മൾ എസ്റ്റോണിയയിൽ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഫാം വിസിറ്റ് ചെയ്ത് വരെ വന്നിട്ടില്ല. ഇത് ശരിക്കും നല്ല സംഭവമാണ്. കാരണം നമ്മളിത് അധികം ഇങ്ങനെ കാണാത്ത ഇതാണല്ലോ കാണുന്നത്. They will bite by hand? Maybe. They are just taking one finger or so. It's not all hand. So they just bite off. We just got born now, right? Yeah, there is one. ഇപ്പൊ തന്നെ ഒരു പ്രസവിച്ച ഒരു ചെറിയൊരാട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇപ്പൊ തന്നെ പ്രസവിച്ചു. See, they are eating it up, and if not, then my dogs. And my dogs. Have dogs. But often they are eating up itself. Like the baby or the mother? Mother. So it's like placenta. അപ്പം അങ്ങനെ നല്ലൊരു ടൈം നമുക്ക് ഈ അൽപ്പാക്ക ഫാമിലി സ്പെൻഡ് ചെയ്യാൻ പറ്റി. അറൗണ്ട് ഓൾമോസ്റ്റ് 2 hours ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ തിരിച്ച് ഇനി പാർണൂലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ സമ്മർ കോട്ടേജിലേക്കാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്. നമുക്ക് പോയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ്, നമ്മളാകെ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കോട്ടേജ് എന്നൊക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സമ്മർ കോട്ടേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കാണിച്ചു തരുന്നതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ 100%-ൻ്റെ ഒരു 50% എനിക്ക് കാണിക്കാൻ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു ഫോറസ്റ്റിൻ്റെ നടുവിൽ ഇതുപോലൊരു എന്താ പറയുക ഒരു കോട്ടേജ്, അതിൽ ഞാൻ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞ് ഇതാക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ജിനി, എന്താണ് അഭിപ്രായത്തിനെ കുറിച്ച്? ഇതിലെന്താ ഇഷ്ടപ്പെട്ടത് ശരിക്കും?
എല്ലാം ഇഷ്ടമായി, പുറത്തും അകത്തും ഒക്കെ ഇഷ്ടം. അത് ശരി. ആ ജിൽസ ബ്രോ പറയൂ. നമ്മൾ ലാസ്റ്റ് ഇയർ വാർസ്ക പോയിരുന്നു. നമുക്കൊരു ഒരു സംഭവം എന്ന് പറഞ്ഞാലേ ഒരു വിന്റർ കഴിഞ്ഞിട്ട് വരുന്ന ടാലിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വ്യത്യാസം. ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടാവുന്നുള്ളൂ. വീഡിയോ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത. അതെ, ഇതിന്റെ ഒരു 100% ഉണ്ടെങ്കിൽ നമുക്കൊരു 10-20% ഒരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റണുള്ളൂ അല്ലേ. ഫുള്ള് വുഡ് കൊണ്ടുള്ള വുഡ് ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഇതാണ് സംഭവം. നമുക്ക് ആ പ്രൈസിനും എന്നാൽ നമ്മൾ വിചാരിക്കും സർപ്രൈസ്ഡായി പോയി ഇതിന്റെ ഒരു മെയിൻ്റെനൻസും ഇതുപോലൊരു വീടൊക്കെ കണ്ടപ്പോൾ. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി നൈറ്റാണ്. നമ്മൾ ഇനിയിപ്പോൾ ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഒരു നൈറ്റ് ഫുള്ള്, ഇന്നാണെങ്കിൽ ഏകദേശം ഒരു രാത്രി 11 മണി 12 മണി വരെ എങ്ങനെ പോയാലും ലൈറ്റ് ഉണ്ടാവും, നമുക്ക് സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും അടിച്ച് പൊളിച്ച് ഒരു രാത്രി ഒരു നൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും പറയുന്നത് ഒരു ദിവസത്തേക്കല്ല എടുത്തുള്ളൂ, 2-3 ദിവസത്തേക്ക് എടുക്കായിരുന്നു. അത്രയും എല്ലാവർക്കും ഇഷ്ടമായി. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. നേരം വെളുത്തു, ചെറിയൊരു മഴയും എന്നാൽ ചെറിയൊരു കാറ്റൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ലൊരു രാത്രി ഒരു 3 മണി 3:30 വരെ ഞങ്ങൾ എല്ലാവരും എനിക്കിരുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കാപ്പിയും കുടിച്ച് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാണ്. പണ്ടത്തെ ഒരു മ്യൂസിക് സിസ്റ്റം, നല്ല മോർണിംഗിൽ നല്ല പാട്ടൊക്കെ വെച്ചല്ലേ. ഞങ്ങളുടെ ഗേൾസ് ഗാങ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലാണ്. യെസ്, എന്താണ് സ്പെഷ്യൽ ഗൈസ്? ഫ്രഞ്ച് ടോസ്റ്റ്. ഓ മൈ ഗോഡ്, ഇതെന്താ പരിപാടി? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉച്ചയ്ക്കുള്ള ബ്രഞ്ചിനുള്ള റാപ്പ് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ ടോർട്ടില്ലയിലേക്ക് മിക്സ് ചെയ്യൂലേ ഇത്? ഓക്കെ. ഞാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളത് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകല്ലേ ഗൈസ്? എന്താണ് പറയാനുള്ളത്? വാട്ടർ പാർക്കിലേക്കാണ് നമ്മൾ വിങ്ങി പൊട്ടിയ ഹൃദയവുമായി കുറച്ച് അവിടുന്ന് നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് മോസ്കിറ്റോസ് ഉണ്ട്. അപ്പൊ അവരെ ആവാഹിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകത സംഭവം. അപ്പോൾ കൂടുതൽ എസ്റ്റോണിയൻ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.